കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരുമല്ലൂർ. പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത മട്ടാഞ്ചേരി ടൗൺ ഹാളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് നേരത്തെ തുറന്നു നൽകിയ മട്ടാഞ്ചേരി ടൗൺ ഹാളിന് വീണ്ടും ഒരു ഉദ്ഘാടനം. ഔദ്യോഗിക ഉദ്ഘാടനമാണ് നടന്നത്. ഏതാനും വിവാഹ ചടങ്ങുകൾ നടന്ന ശേഷമാണ് നഗരസഭ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത്. മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മളൊരു ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം, പ്രത്യേകിച്ച് കൊച്ചി രൂപതയും ഒക്കെ അതിൻ്റെ ആസ്ഥാനവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മളൊരു ഉദ്ഘാടനം നടത്തുന്നത് ശരിയല്ല എന്ന് പല കോണിൽ നിന്നും എല്ലാവരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, കൗൺസിലർമാരെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണ് നമ്മൾ അന്ന് ഉദ്ഘാടനം വേണ്ട എന്ന് വച്ചത്. ഈ ഉദ്ഘാടനത്തിന് നമ്മൾ അന്നും ഉദ്ഘാടനം തീരുമാനിച്ചത് നമ്മുടെ കൊച്ചിയുടെ ജനകീയനായ MLA നമ്മുടെ KJ മാക്സിയെ ആണ് ഉദ്ഘാടകനായി തീരുമാനിച്ചത്. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോൾ അദ്ദേഹം നിലമ്പൂരാണ്. ഡെപ്യൂട്ടി മേയർ കെ ആൻസി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൗൺസിൽ കാലഘട്ടത്തെ കയറിയപ്പോൾ കൗൺസിൽ തുടക്കം തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ 4.5 വർഷക്കാലം നമ്മൾ പിന്നിട്ടത്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബഹുമാന്യനായ മേയർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നഗരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ അവസരത്തിൽ എല്ലാവരോടുമുള്ള സന്തോഷം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ടി കെ അഷ്റഫ്, CA ഷക്കീർ, CD വത്സലകുമാരി, സീന ഗോകുലൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം തുടങ്ങിയവർ സംസാരിച്ചു. ഇരിപ്പിടങ്ങൾ ഏറ്റവും മനോഹരമായി ഒരുക്കാൻ സാധ്യതമാകുന്ന അതിൻ്റെ പണി ഏതാണ്ട് 95% ഇതിനെ മൊത്തം നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കും. കാരണം ഒരുപാട് പേർക്ക് പെയിന്റിങ്ങൾ കാരണമായ അതായത് പൂർത്തീകരിക്കാൻ സാധ്യതയോടൊപ്പം തന്നെ വെജിറ്റേറിയൻ ഹാള് പുതിയതായി കോക്കേസ് തിയേറ്റർ നവീകരിക്കുന്നതിനുള്ള പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഭരണകാലാവധിക്കുള്ളിൽ ഇത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും 3ാം റോറോ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഫോർട്ട് കൊച്ചി ജെട്ടി 1 കോടി രൂപ മുടക്കി നവീകരിക്കുമെന്നും കൽവത്തി കമ്മ്യൂണിറ്റി ഹാൾ ഉടൻ തുറന്നു നൽകുമെന്നും മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുമെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.